ഗൈസ് അപ്പോ ഇത് മോന്റെ ഡ്രസ്സാണ്ടാ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ എന്താന്ന് മനസ്സിലായത്? മോൻ പള്ളിയിൽ അൾത്താല പോകാനായിട്ട് ഇപ്പൊ ഉണ്ട്. അപ്പൊ അവിടെ ഇടുന്ന രണ്ട് ടൈപ്പ് ഡ്രസ്സ് ഉണ്ട്. അതിലൊന്നാണ് ഇത്. മറ്റേ പ്രത്യേക ദിവസങ്ങളിൽ, അതായത് ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒക്കെ പ്രത്യേക ദിവസങ്ങളിൽ, പെരുന്നാൾ സമയങ്ങളിലൊക്കെ ഇടുന്ന ഡ്രസ്സാണത്. അത് ഇപ്പൊ പള്ളിയിൽ തന്നെ വെക്കണം. അപ്പൊ അത് അവന്റെ ഡ്രസ്സിൽ കുറച്ച് മെഴുക കുരുവി വീണിട്ടുണ്ടായിരുന്നു. മെഴുകുതിരി കത്തിച്ചപ്പോ അതൊക്കെ ഉരുകി വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോ അതും കാണിക്കാന്ന് ഓർത്തു. പിന്നെ നാളെ ഞങ്ങളുടെ പള്ളിയിൽ ധ്യാനം ആരാധനയൊക്കെ തുടങ്ങണേ. അപ്പൊ ഫുൾ ടൈം അവൻ പള്ളിയിൽ തന്നെ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ ഒന്ന് റെഡി ആക്കി കൊടുക്കണം. ആരാധന അറിയാലോ, കൊച്ചിയിൽ ആരാധനകൾ ഞങ്ങളുടെ പള്ളിയിൽ മാത്രമാണ്. അത് 40 മണിക്കൂർ ആരാധന തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടുള്ള ധ്യാനം നാളെ ശനിയാഴ്ച തുടങ്ങണം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ചുമ്മാ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ടീന എൻ്റെ കൊണ്ടുവന്ന് തന്നതാ. ഇതൊന്ന് തേച്ച് ഒന്ന് റെഡിയാക്കി താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാളെ കൊടുത്ത് വിടുകയും ചെയ്യണത്. ഗൈസ് അപ്പോൾ ഇതിൽ ഈ ചുവപ്പിനകത്താണ് മെഴുകുതിരി ഉരുകി അധികം വീണിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ആ പോയ പാടൊക്കെ എനിക്ക് കാണാം. അപ്പൊ ഇത് ഞാൻ എങ്ങനെ കളഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാലും ഞാൻ ഒന്ന് പറയണേ. അതൊക്കെ ഞാൻ കളയണത് കാണിക്കില്ല. ഞാൻ ഇത് ഓൾറെഡി ഇത് കളഞ്ഞ്. അപ്പൊ ഇങ്ങനെ കളഞ്ഞെന്നുള്ളത് ഞാൻ നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇതേപോലെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. വൈറ്റ് പേപ്പർ ആ മെഴുകി ഉരുകി വീണ അതിന്റെ പൊക്കത്ത് ഇങ്ങനെ വെച്ചിട്ട് തേപ്പൊട്ടി കൊണ്ട് ഇങ്ങനെ വെച്ചാണ് എടുത്തു കളഞ്ഞത്. അപ്പൊ അത് ഇതിലേക്ക് ഉരുക്കി പിടിച്ച് ഇങ്ങനെ കണ്ട ഇതേപോലെ ആയി പോകുന്നോളൂ. അപ്പൊ അങ്ങനെയാണ് ഇത് കളഞ്ഞത്. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ 3 ഐറ്റമാണ് എൻ്റെ മോൻ്റെ ഡ്രസ്സിൽ വന്നത്. അപ്പൊ ഇത് മൂന്നൊന്ന് തേച്ച് ഒന്ന് സെറ്റാക്കി കൊടുക്കട്ടെ. മോൻ ഇങ്ങനത്തെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് അവൻ ഇപ്പൊ ട്യൂഷന് പോയേക്കണാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് അവന്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങനെയാ പള്ളിയിൽ നിൽക്കണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വരും ദിവസങ്ങളിൽ അവൻ ഇതൊക്കെ ഇട്ട് പള്ളിയിൽ മറ്റേ ഈസ്റ്ററിന്റെ പരിപാടിക്കൊക്കെ പ്രദർശനത്തിനൊക്കെ പോണ വീഡിയോ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ കാണാം. അന്നേരം കുറച്ചുകൂടെ അടുത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇവനെ ആൾത്താര പാലനാണ് വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു ഫംഗ്ഷൻ പോലെ, ഫംഗ്ഷൻ അല്ല, ചെറിയൊരു ചടങ്ങ് അവിടെ ഉണ്ടായിരുന്നതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ഇട്ടിരിക്കണ ഒരു ഫോട്ടോ വീഡിയോ ആയിട്ടാണ് ഞാൻ വേറെ ഇതിന്റെ കൂട്ടത്തിൽ കൂടെ കാണിക്കാം കേട്ടോ. ഇങ്ങനത്തെ തുണി കാരണം തേക്കുമ്പോ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തേപ്പൂട്ടിലേക്ക് കയറി പിടിക്കും. ഗൈസ് അപ്പോൾ തേച്ചൊക്കെ എല്ലാം കഴിഞ്ഞു. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവനെ നാളെ പോകുമ്പോൾ കൊണ്ടുപോയാൽ മതി. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നാളെ വൈകുന്നേരം, അതെ, നാളെ വൈകുന്നേരമാണ് ധ്യാനം തുടങ്ങുന്നത്. ശനിയാഴ്ച തുടങ്ങിയിട്ട് ബുധനാഴ്ച ധ്യാനം തീരും. വെള്ളിയാഴ്ച ആരാധന തുടങ്ങിയിട്ട് വരുന്ന ഞായറാഴ്ചയാണ് ആരാധന തീർന്നത്. അപ്പോൾ ഞങ്ങളുടെ കൊച്ചിയിൽ 40 മണിക്കൂർ ആരാധന കാണാൻ വരുന്ന ആൾക്കാർ ഞങ്ങളുടെ വീഡിയോ കൂടാൻ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടിപ്പോയെ. അതെ, കൊച്ചിയിൽ 40 മണിക്കൂർ ആരാധന കൂടാൻ വരുന്ന ആൾക്കാര് ആരേലും ആരാധന പങ്കെടുക്കാൻ വരുന്ന ആൾക്കാര് ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാരായാലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ കേട്ടോ. ഞാൻ പറഞ്ഞതാ ഉദ്ദേശിച്ചത്. അപ്പൊ തെറ്റിപ്പോയി, സോറി കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്ക്, അറിയാലോ. ഇന്ന് നമ്മുടെ വീട്ടിലാണ് സ്ഥലം. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മുടെ വീട്ടിൽ സ്ഥലമാണ്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ അധികം ദിവസം 2 ദിവസം ഉണ്ടാവാറൊന്നുമില്ല. പക്ഷെ അധികം വീടുകളുള്ള കാരണം അത് ഒരു വർഷം മാത്രമേ നമ്മുടെ വീട്ടിലുണ്ടാവുള്ളൂ. പിള്ളേര് അപ്പോ തിരിയൊക്കെ കത്തിക്കണ പരിപാടിയിലാണ്. അപ്പൊ അവർക്കൊന്ന് മമ്മി പോകണ്ട കുരിശിന് വഴിക്ക്. അപ്പൊ അവൻ ട്യൂഷന് പോയിച്ച്. അപ്പൊ നേരത്തെ എന്നിട്ട് ഒരാള് തിരി കത്തിക്കാൻ വേണ്ടി അകത്തേക്ക് പോയി. അപ്പൊ ഒരാൾ ഇവിടെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒന്ന് കുഞ്ഞൂസ് ഒന്ന് കാണിക്കട്ടെ. ഓ, ഇതാണ് നമ്മുടെ കുരിശിന്റെ വെള്ളത്തെ ഒരുക്കങ്ങള്. ഓക്കേ, കൈമാറ്റിയവാവേ, തിരി കൈ പിടിക്കേ, കൈമാറ്റിയവാവേ. ഓക്കേ, ഇപ്പൊ കണ്ടല്ലോ, ഇതാണ് നമ്മ കുരിശിന്റെ വഴിക്ക് ഒരുക്കി വെക്കണത്. കൊള്ളാമോ?